ഇപ്പോഴെങ്കിലും ഓരോരാൾക്കൊക്കെ തിരിച്ചറിവ് വന്നുകൊണ്ട് നന്നായി. ഈ നിയമങ്ങളൊക്കെ പണ്ടേ മാറ്റേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എത്രയോ മുന്നേ വന്ന ഒരു എന്നാ പറയണ്ടേ അനാചാരങ്ങളിലൊക്കെ പെടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഈ ഷർട്ട് അഴിച്ചുകൊണ്ട് ആണുങ്ങൾ മാത്രം ഷർട്ട് അഴിച്ചിട്ട് അമ്പലത്തിൽ കയറുന്നത്. ഈ കേരളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റേ കേരളത്തിന് പുറത്തൊന്നും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഷർട്ട് അഴിച്ചുകൊണ്ട് മാത്രം കയറണം എന്നുള്ള. ഇതെന്തിൻ്റെ ആവശ്യമാണ്? പിന്നെ മുന്നേ ഒക്കെ ഈ ബ്രാഹ്മണർക്ക് മാത്രമേ അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഊണൂലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് മുന്നേ ഉള്ള ചെയ്തൊരു ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ആ ഒരു ഇത് മാറ്റാതെ ദൈവത്തിന് എന്ത് ഇത് ഷർട്ട് അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ മൊത്തം ഡ്രസ്സിലല്ലേ കയറുന്നത്. അവരും കൂടി അയച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് കേട്ടെ. അപ്പോൾ അതാണ് നമ്മൾ ആണുങ്ങൾ ഇത് അയച്ചിട്ട് കയറുമ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചിലർ മടി കൊണ്ട് കയറുന്നില്ല, മടി കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, പുറത്തുനിന്ന് മാത്രം തൊഴുതിട്ട് പോകുന്നു. ഇവിടെ എന്നാ പറയണ്ടേ, അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ തിരക്ക് ഈ ക്യൂവിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഉള്ളിൽ കയറാൻ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ മൊത്തം ഡ്രസ്സിലും അതുപോലെ ആണുങ്ങൾ എന്താ പറയണ്ടേ ഷർട്ടും കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പണ്ടത്തെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര കൊല്ലം മുന്നേ ഇതൊക്കെ ഇവിടെ നടപ്പിലായിട്ടുണ്ടാവും. മറ്റുള്ള അമ്പലങ്ങളിലും ഇതേ ദൈവങ്ങൾ തന്നെയല്ലേ ഉള്ളത്. അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ. അതാണ് ഇവിടെ ഇതൊക്കെ എന്താ പറയണ്ടേ മാറ്റേണ്ട സമയം കഴിഞ്ഞു, അപ്ഡേറ്റ് ആവേണ്ട സമയം കഴിഞ്ഞു.